അനിശ്ചിതങ്ങൾക്ക് ഒടുവിൽ അല്ലെങ്കിൽ പ്രതിസന്ധികൾക്കിടയിൽ ഒരു റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ല പഴുത്ത, നന്നായിട്ട് പഴുത്ത തേൻ മധുരമുള്ളൊരു വരിക്കച്ചക്ക കിട്ടി. അപ്പോൾ അതെടുത്ത് ചെയ്യുകയാണ് കേട്ടോ. ഇവിടെ വെച്ചിട്ടൊരു വീഡിയോ പിടിക്കാൻ പോലും നമുക്ക് മനസ്സില്ല എന്നതാണ് കാര്യം. ശർക്കര പാനിയൊക്കെ ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് നമുക്ക് ആദ്യം പാത്രം വെച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു നല്ല ചക്കയപ്പം ഉണ്ടാക്കാം എന്നാണ് കരുതുന്നത്. അപ്പോൾ അമ്മച്ചി ഇരിക്കാം കേട്ടോ. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു, ചക്ക അരിഞ്ഞു വെച്ചു എല്ലാം. ഇവിടെ ഒരു വീഡിയോ എടുക്കാനോ ഇവിടെ നിന്നിട്ട് എന്തെങ്കിലും ചെയ്യാനോ ഒന്നും മാനസികമായിട്ട് നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. കുറേ മനുഷ്യരുണ്ട് കേട്ടോ. നമുക്ക് അവർ പ്രിവിലേജുകളിലായിരിക്കും ജീവിക്കുന്നത്, അവർക്കറിയില്ല നീറുന്ന പ്രശ്നങ്ങൾ. വരിക്ക ചക്കയുടെ ചുളക്കണക്കിന് തുടുത്തൊരു സുധർമണി കണ്ടടി ഞാനൊരു ഭിന്നായം. അതാണ് ഇപ്പോഴത്തെ പാട്ട്. എന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു? സന്തോഷമൊന്നും ഇല്ലാത്തത്? സന്തോഷമൊക്കെ വേണം മനുഷ്യന്. അമ്മച്ചി ഇപ്പോൾ നേരിടുന്ന ഒരു പ്രതിസന്ധി ആണ്. ആ പ്രതിസന്ധി ആയതുകൊണ്ട് ഇപ്പോൾ അമ്മച്ചിക്ക് ഒരു സമാധാനമില്ല. അത് മാറണം. ആ പ്രതിസന്ധി എന്താണെന്ന് അമ്മച്ചി പറയുന്നതാണ്, ഇപ്പോഴല്ല. അല്ലെങ്കിൽ ഒരു പക്ഷേ അവർക്ക് അറിയേണ്ടതായിട്ട് ഇല്ല. ഞങ്ങളതറിയുന്നത് എന്തിനി എന്നതായിരിക്കും കേട്ടോ. പലതരത്തിലുള്ള മനുഷ്യന്മാരുണ്ട്, പലതരത്തിലെ ആൾക്കാരെ പെരുമാറും. ഒരുപാട് പൈസയുള്ളവരോട് അല്ലെങ്കിൽ ഒരുപാട് സമൂഹത്തിലെ മുഖ്യധാരയിൽ അല്ലെങ്കിൽ അധികാരങ്ങളിൽ ഇരിക്കുന്നവർ ഒക്കെ ആകുമ്പോൾ അവരോടൊക്കെ ഒരു പ്രത്യേക സ്നേഹവും അനുകമ്പയും അല്ലെങ്കിൽ ഇഷ്ടമൊക്കെ ഉണ്ടാവും. ഇവിടെ പലരും പറയും പൈസയല്ല മുഖ്യം എന്ന്. സത്യമായിട്ടും പൈസയാണ് മുഖ്യം. പൈസയുള്ളവർക്ക് വാടക വീടുകളിൽ താമസിക്കേണ്ടി വരില്ല എന്നതാണ് ഒരു സത്യം. അപ്പം ചക്ക വരട്ടിയെടുത്തു, തേങ്ങ ഇട്ടു, അതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഒരു കുറേ ദിവസമായി ഞാനൊരു പാചക വീഡിയോ ഒക്കെ ഇടണമെന്നൊന്നും തോന്നാത്ത ഒരു സിറ്റുവേഷനിൽ കൂടെ പോവുകയാണ്. എത്രയും പെട്ടെന്ന് ഈ വാടക വീട് മാറണം, ഈ വീട് മാറണം എന്നതാണ് നമ്മുടെ ആവശ്യം. നമ്മുടെ MC റോഡ് സൈഡിൽ തന്നെ വീടുകൾ ചോദിക്കുമ്പോൾ ആൾക്കാർ അവിടെ വെച്ചുകൊണ്ടിരിക്കുകയല്ലോ, ഏലക്കാനിട്ട കേട്ടോ. ഇവിടെ വീടുണ്ട്, DJക്ക് പോയി താമസിക്കുക എന്നും പറഞ്ഞ്. അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങളുണ്ട്. അപ്പോൾ വീടുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, കിട്ടുമായിരിക്കും. അപ്പോൾ എന്തായാലും അച്ചാറുകളോ അല്ലെങ്കിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളോ ഒന്നും ഉണ്ടാക്കാനും ഒന്നും പറ്റുന്നില്ല കേട്ടോ. കുറച്ച് നല്ല ബുദ്ധിമുട്ടുകളാണ്. ഒന്നാമത്തെ കാര്യം, അമ്മച്ചിക്കൊക്കെ നല്ല ഒരു ആദ്യമായിട്ട് നേരിടുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ കേൾക്കേണ്ടി വരുന്ന കാര്യങ്ങൾ, അതൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടാണ് നല്ലതുപോലെ. അപ്പോൾ തേങ്ങയൊക്കെ തിരുവി വെച്ച് കൊടുക്കും. തിരുവാൻ പറ്റാത്തതുകൊണ്ട് ആരെങ്കിലും മാമിയും എങ്ങാനും ഒക്കെ വരുമ്പോൾ അപ്പോൾ അതാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചക്ക നന്നായിട്ട് വരട്ടി എടുത്തിട്ടുണ്ട് ചക്കയപ്പത്തിൻ്റെ. നിങ്ങൾ ഇതുപോലൊക്കെ ഉണ്ടാക്കി വെക്കണം, ചക്കയുടെ സമയമാണല്ലോ ഇപ്പോൾ. ഇങ്ങോട്ട് എങ്ങനെയാവാം അത് വേണം. അരിമാവാണ് കൂടുതലിടുന്ന. ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മാവിൻ്റെ ഗോതമ്പാവും റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയും ഇവിടെയൊക്കെ പൊടിച്ച അരിമാവുമാണ് അല്ലേ. അരിമാവും ഗോതമ്പാവും കൂടെ വേണം. നല്ല ചൂടുണ്ട്, ഇളക്കിയെടുക്കാം നമുക്ക്. ചക്ക വരട്ടിയെടുത്തേണ് നെയ്യിൽ, തേങ്ങയും ശർക്കരപ്പാനിയും ചക്കയും കൂടെ വരട്ടിയെടുത്ത് ഇടുകയാണ്. ഓരോരുത്തരുടെ രീതിയിലുണ്ടാക്കും, നമ്മളെ രീതി ഉണ്ടാക്കുന്നു, അത്രയേ ഉള്ളൂ. പല രീതിയിലുണ്ടാക്കാം. ഇങ്ങനെയാണ് ആ ചക്കയപ്പം ഉണ്ടാക്കുന്നത്, ഇങ്ങനെയല്ല എന്നൊക്കെ പറയും. ഇങ്ങനെയല്ല നമ്മൾ ഇലയപ്പം ഉണ്ടാക്കുന്നത് വട്ടത്താമല ഇലയിലാണ്. നമ്മൾ വട്ടത്താമല എന്നാണ് പറയുന്നത്. വട്ടയില, വട്ടത്താമര, വട്ടക്കണ്ണിയില, അങ്ങനെയൊക്കെ പല പേരുകളിലും പറയും. നിങ്ങളുടെയൊക്കെ നാടുകളിൽ എന്താണ് പറയുന്നതെന്ന് കാണുന്നവർ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അമ്മച്ചി ഇങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അമ്മച്ചിയുടെ കൈകൊണ്ട്, നമ്മുടെ അമ്മമാർ കൈകൊണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിന് പ്രത്യേക രുചിയാണല്ലോ. അപ്പോൾ അമ്മച്ചി ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ആരെങ്കിലും ഗ്ലൗസ് ഇട്ടില്ലേ എന്നൊന്നും ചോദിക്കരുത് കേട്ടോ. അത്രയ്ക്കും വലിയ
ആഡംബരത്തിലൊന്നും അല്ല ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അകത്ത് വെച്ച് ചെയ്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഞാനാണ് അമ്മച്ചിയോട് പറഞ്ഞത് ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞത്. ഞാൻ എന്നും വിചാരിക്കും ഓരോ വീഡിയോ ഒക്കെ എടുക്കണമെന്ന്, പറ്റാത്ത കൊണ്ടാണ് കേട്ടോ വീഡിയോകൾ ഇടാൻ പറ്റാത്തതും. വീഡിയോകളുടെ ഇപ്പോൾ ഉണ്ട ബെനിഫിറ്റ് എന്തെന്ന് വെച്ചാൽ അതിൽ നിന്നിട്ട് വരുമാനം അല്ല ഉദ്ദേശിക്കുന്നത്. കുറേ മനുഷ്യർ നമ്മളെ ചേർത്ത് പിടിക്കുന്നവരുണ്ട്, അവരിലോട്ട് നമുക്ക് ഒരു സംവദിക്കാനുള്ള മാർഗം അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നൈമിത്രയ്ക്ക് ഓർഡർ തന്നോളൂ. പ്രതിസന്ധിയാണ്, കാരണം ഷോപ്പില്ല, വീട് നല്ല സ്ട്രോങ് അല്ല, അങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങൾ ഓർഡറുകൾ തന്നോളൂ, നമ്പർ കൊടുത്തിരിക്കാം. അച്ചാറുകളും ഇടിയിറച്ചികളും മസാലകളും ചമ്മന്തിപ്പൊടികളും എല്ലാം ഉണ്ട്. ഇന്ത്യയിൽ എല്ലായിടത്തേക്കും പോസ്റ്റൽ സർവീസായിട്ട് അയക്കുന്നുണ്ട്. ഞങ്ങൾക്കിപ്പോൾ MC റോഡ്, നിലമേൽ, കണ്ണങ്കോട്, കിളിമാനൂർ എവിടെ നിന്നിട്ട് ഞങ്ങളുടെ ഈ നമ്പറിൽ വിളിച്ചാലും മതി. പ്രോഡക്റ്റ് ഞങ്ങൾ വരാൻ പറ്റാത്തവർക്കാണെങ്കിൽ എത്തിച്ചു തരും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നല്ലൊരു സന്തോഷമുള്ള വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.